Let's discuss question number 8. See, question number 8, our thermodynamics in വോളിയം അഗൻസ്റ്റ് പ്രഷർ ഗ്രാഫുകൾ തന്നിരിക്കുകയാണ് അല്ലെ. എന്നിട്ട് അവർ ചോദിക്കുകയാണ് ഈ പ്രോസസ്സിലൊക്കെ അവരുടെ ഡെൽറ്റ യുവിന്റെ വാല്യൂ എന്താണ്. നോക്കൂ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആലോചിച്ച് യാതൊരു തരത്തിലും തലപോയിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം ഇത് തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് ഫ്രം ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. സോ ഈ തന്നിരിക്കുന്ന എല്ലാ പ്രോസസ്സും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോക്കുക, ഇയാൾ ഇവിടെ തുടങ്ങി ഇവിടെ അവസാനം ഇവിടെ എത്തുകയാണ്. ഇറ്റ്സ് എ സൈക്ലിക് പ്രോസസ്. ഇയാൾ ഇവിടെ തുടങ്ങി ഇവിടെ തിരിച്ചെത്തുകയാണ്. ഇറ്റ്സ് എ സൈക്ലിക് പ്രോസസ്. ഇയാൾ ഇവിടെ തുടങ്ങി ഇവിടെ തിരിച്ചെത്തുകയാണ്. ഇറ്റ്സ് എ സൈക്ലിക് പ്രോസസ്. സി വാട്ട് എവർ ദ എക്സ്റ്റെന്റ് ഓഫ് ചെയിൻ ഫോർ എ സൈക്ലിക് പ്രോസസ്, ഡെൽറ്റ യു ഈക്വൽസ് 0. ഇഫ് ഡെൽറ്റ യു ഈക്വൽസ് 0 അല്ലേ, സൈക്ലിക് പ്രോസസ് അല്ലേ, സൈക്ലിക് പ്രോസസ്സിൽ ആരും മാറില്ല, ഇന്റേണൽ എനർജി മാറില്ല. ഇസ്ന്റ് ഇറ്റ്? ആര് മാത്രമേ മാറുകയുള്ളൂ? ഹീറ്റ് ആൻഡ് വർക്ക് ഡൺ. സോ ഡെൽറ്റ യു 0. മൂന്ന് പേരും സൈക്ലിക് പ്രോസസ് ആണ്. അപ്പൊ മൂന്ന് കേസിലും ഡെൽറ്റ യുവിന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ വേറൊരു ഓപ്ഷനും ഇല്ല. ഓപ്ഷൻ 4 മാത്രമാണ് നമുക്ക് ഇതിൽ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്.